ഹായ് ഗേഷ്, എന്താണ് എല്ലാവരുടെയും വിശേഷം? ഞാൻ നല്ല സുഖമായിട്ട് പോണ്, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. അപ്പം നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു വീക്കെൻഡിൽ എടുത്ത ഒരു വീഡിയോ ആണിത്. കൊച്ചായി എടുത്തിട്ട് പക്ഷേ എമ്മച്ചിക്ക് എഡിറ്റ് ചെയ്യുക കൊച്ചു മടി, അതുകൊണ്ട് ഒന്ന് ലേറ്റായി പോയതാണ്. അപ്പോൾ നമ്മൾ ഖത്തറിലാണ്, നിങ്ങൾക്കൊക്കെ അയ്യൂല്ലേ. അപ്പോൾ ഖത്തറിലുള്ള ഒരു കറ്റാര വില്ലേജിലാണ് നമ്മൾ പോണത്. കറ്റാര വില്ലേജ് ആക്ച്വലി ഒരു ഹെറിറ്റേജ് വില്ലേജാണ്. പക്ഷേ അവിടെ ഒരു ഹില്ല് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് നമ്മൾ പോണത്. ഹെറിറ്റേജ് വില്ലേജിലേക്ക് നമ്മളിപ്പോൾ പോണില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു കുഞ്ഞാണ്. പക്ഷേ ഇത് ശരിക്കും ഇവിടെ ഉണ്ടായ കുഞ്ഞല്ല, അവിടുത്തെ ആൾക്കാർ ഉണ്ടാക്കിയ കുഞ്ഞാണ്. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ കുഞ്ഞുങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ദീദി കാടിൽ നിന്ന് നാനും കാടിൽ നിന്ന് നമ്മൾ അവിടെയൊക്കെ ഒന്ന് കടങ്ങി നടക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. കടങ്ങി നടക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ, എനിക്ക് നടക്കാൻ അറിയില്ലല്ലോ. അപ്പം അമ്മച്ചിയുടെ കൂടെ ഞാനും നടക്കാം എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ ദീദി ഇങ്ങനെ ബാഗ് ഇട്ടിട്ട് അല പഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ്. കൊടി മരങ്ങളുണ്ട്, ചെടികളുണ്ട്, അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ദീദി ഇങ്ങനെ അമ്പടുക്കും ഇവിടേക്കൊക്കെ നടക്കുന്നുണ്ട്. ഈ കോഴിയുടെ കൂടെ നടക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ പഞ്ഞ് കാടില്ലല്ലോ. എൻ്റെ ദീദിയെ നോക്കി നിൽക്കുന്നത് അതൊരു പുഷ്പമാണ്, പുഷ്പം. ദീദിയോട് പുഷ്പമായിട്ട് വന്നിട്ടുണ്ട്. ഇത് യെല്ലോ കളർ പൂവാണ് കേട്ടോ. ഇക്ക് തന്നിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. ഇക്കടെ കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി. ഞാൻ അതേറ്റൊക്കെ ഇങ്ങനെ കളിച്ചാലോ. അപ്പോൾ കൊച്ചേരെ ഓളിൻ്റെ കൂടെ ഇന്ന് കളിച്ചാൽ അപ്പോഴത്തേനും ഓളാ ഓടിപ്പോയി. ഓടി പക്ഷേ ഞാനും എൻ്റെ പിന്നാലെ ഓടും താത്ത. ഞാൻ എന്നിട്ട് ഫസ്റ്റ് വെച്ചു, സെക്കൻഡ് വെച്ചു. എന്നിട്ട് വേണക്കൊണ്ട് എൻ്റെ മുമ്പിൽ ജയിച്ച് കാണിച്ചാണ്. എന്നാണാവോ പച്ചോനെ ഞാൻ നടക്കുക. എൻ്റെ കാലൊക്കെ ഞാൻ നല്ല സ്ട്രോങ് ആക്കുന്നുണ്ട്, വേഗം നടക്കാൻ പറ്റുന്നുണ്ടാവും. ഈ പൂവൊക്കെ ഒന്ന് ഇടുമെന്ന് എടുത്തിട്ട് ഒന്ന് ശരിയാക്കട്ടെ, ഒന്ന് തിന്നാൻ പറ്റുമോ. രീതി വേച്ചല്ല, ഞാൻ തിന്നറ്റ് ക്ഷമിച്ചില്ല രീതി. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി നന്നിട്ട് ആയിട്ട് പോയി നോക്കുമ്പോൾ ഇടേ പോയിട്ടുള്ളൂ. നല്ലൊരു ആംബിയൻസ് കണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പറ്റും ഇപ്പറ്റും ബിൽഡിംഗ് ഉണ്ട്, പിന്നെ ഇപ്പറ്റ പാക്ക് അപ്പറ്റ് ബിൽഡിങ്, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കടൽ പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇങ്ങനെ കടൽ ഇങ്ങനെ ഇടയിൽ കൂടെ ഒക്കെ പോകാൻ പറ്റുമോ? ഇങ്ങനെ ആൾക്കാർ ഇതൊക്കെ ഉണ്ടാക്കണല്ലേ. എന്തായാലും സംഗതി നല്ല സൂപ്പറാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ മേലോട് കുഞ്ഞുണ്ട്, അവിടെ വെള്ളമൊക്കെ ഉണ്ടെന്ന് പഞ്ഞിമ്മച്ചി. അപ്പോൾ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള റോഡാണ് ഇതൊക്കെ. നല്ല ഭംഗിയുണ്ട്. അവിടുന്ന് വണ്ടികളൊക്കെ ഇങ്ങോട്ട് വരുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്പ പോയിട്ടാണെങ്കിൽ ചാറ്റക്ക് നോക്കിയപ്പോൾ നല്ല സൂപ്പർ നോക്കി വെള്ളം നച്ചിൻ്റെ. ഞാനങ്ങനെ ആലോചിച്ചുള്ളൂ ഇപ്പോൾ എങ്ങനെ ഈ പുല്ലുകളൊക്കെ ഇങ്ങനെ പച്ചയായിട്ട് നിൽക്കണം ഈ വെയിലിട്ട്. ഇപ്പം എന്ത് വെയിലാണ് അറിയോ. അപ്പൊക്കെ വശലായിട്ട് ഇവിടെ ഇങ്ങനെ നച്ചു കൊടുക്കുന്നുണ്ട് എന്ന്. പിന്നെ നമ്മുടെ വയ്യോട് ഹോട്ടൽ കണ്ടിട്ട് കൂടി അടിപ്പികളൊക്കെ അവിടെ വന്ന് ചായയൊക്കെ കുച്ചുന്നുണ്ട്. ഇമ്മച്ച് പറഞ്ഞാൽ അവിടെ കാപ്പികൾ കുച്ചുന്ന ചായയാണെന്ന് പറഞ്ഞ്. പിന്നെ നമ്മുടെ ഒരു കുളമുണ്ട് കേട്ടോ. ഈ മടുഭൂമിയിൽ ഇങ്ങനത്തെ കുളം നോക്കി നോക്കി. ഇവിടെ വെള്ളം വീണത് കാണാനാണ് നല്ല ലക്ഷം. ഇവിടെ കലകല സൗണ്ട് ഉണ്ടാക്കിയിട്ട് വെള്ളം ഇങ്ങനെ വീണിങ്ങനെ വീഴുക. എൻ്റെ ഭംഗിയെ കാണാൻ എന്തറിയോ. എന്തായാലും ഇത് ഉണ്ടാക്കിയ ആളുടെ ഐഡിയ നല്ല സൂപ്പറാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇങ്ങനെ ഖത്തറിലുള്ള ആൾക്കാരാണെങ്കിൽ ഒരു വൈകുന്നേരമൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ രാവിലെ ഈ തപ്പുള്ള സമയത്തൊക്കെ രാവിലെ പോവാണ് അടിപൊളിയാത്തത്. പിന്നെ മരങ്ങളിലൊക്കെ പൂവുകളൊക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അമ്മ താഴത്തേക്ക് നോക്കിയാലുള്ള കാഴ്ച നല്ല സൂപ്പറാണ്. ഇത് നിങ്ങളടുത്ത് പഞ്ഞിടലാണ് അറിയില്ല എങ്ങനെയാണെന്ന്. അതുപോലെ സൂപ്പറാണ്. എൻ്റെ ആൾക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ സ്ഥലം. ഞാനിപ്പോഴാണ് ഈ സ്ഥലം കാണുന്നത്. ഇമ്മച്ച് പറഞ്ഞ് ഈജീവ് ഉണ്ടായതിനു ശേഷം നമ്മൾ ഷർട്ടിക്ക് പോയിട്ടില്ല. പിന്നെ പോയി നോക്കുമ്പോൾ കോഴി ആട്. ഞാൻ വിചാരിച്ചു നാട്ടിലെത്തിയത്. നാട്ടിൽ ഞങ്ങളെ വീട്ടിൽ കോഴിയൊക്കെ ഉണ്ടേ. ഇമ്പ നോക്കിയപ്പോൾ 2 കുറ്റികൾ കൊടുക്കും. ഞാനും കൊടുത്തു നോക്കി, പക്ഷേ ആട് വേച്ചില്ല. ആട് വേച്ചി ഞാനിട്ട് എന്നൊരു ഇല തന്നെയാണ്, പക്ഷേ വേച്ചില്ല. എന്താ ചെയ്യുക, പഞ്ഞിക്കാടില്ല. ആടിന് ഇന്ന മഷലാവായിട്ടാണാവോ. അങ്ങനെ ഞങ്ങൾ അവിടെ കൂടി നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് കൂടി ഫോട്ടോസ് വീഡിയോസൊക്കെ ഇട്ട് നിങ്ങളൊക്കെ കാഴ്ചയുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ച് അവിടെ ഗിഫ്റ്റ് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഗെയിംസൊക്കെ ഉള്ള സംഭവത്തെ എന്തായാലും നല്ല ഇഷ്ടമുണ്ട് കാണാൻ. പിന്നെ നമ്മൾ നേരത്തെ പഞ്ഞില്ല ഹോട്ടൽ, അതിൻ്റെ ഉള്ളിലേക്ക് ഞാനൊന്ന് പോയി നോക്കി. അപ്പോൾ നമുക്കവിടെ ഒന്നും വേച്ചാനൊന്നും പറ്റില്ല. ഇനി വേച്ചാൽ പറ്റുമോന്ന് അറിയില്ല. പിന്നെ ഞാനിതൊന്നും കുച്ചാത്തോണ്ട് ഞാൻ നിർബന്ധിച്ചാനൊന്നും പോയില്ല. അവിടെ ഒക്കെ ഒന്ന് കാണാമല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ കയറിയത്. അപ്പോൾ അവിടെ എന്തൊക്കെയോ കൂടി ഷോപ്പുകളുണ്ട്, കൂടെ ആക്കാട് അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ചായയൊക്കെ കുച്ചിട്ടുണ്ട്. ആക്കാടൊന്നും നമുക്ക് കാഴ്ച പറ്റൂലല്ലോ. അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചില്ല. അപ്പോൾ നല്ല ഭംഗിയുണ്ട് എന്തായാലും അവിടെ കാണാൻ. അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഷർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ള വീണ്. ഇത് എന്താ സംഭവമോ. ഇങ്ങോട്ട് കൂടി ആ അത്ഭുതങ്ങളുണ്ട് അവിടെ. എൻ്റെ പയ്യ എന്തായാലും ഇത് ഉണ്ടാക്കിയ ആൾക്കാരുടെ തലമൊക്കെ നല്ല സൂപ്പറാണ് അല്ലേ. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടും. നമുക്ക് അവിടെ പോയിട്ട് ചായ കുച്ചാനൊക്കെ തോന്നും. ഞാൻ എന്തായാലും ബദ്ധാവട്ടെ, എന്നിട്ട് പോയിട്ട് ചായ വെച്ചപ്പോൾ ഞാൻ ചായ വെച്ചൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ നിർത്തി. പിന്നെ നോക്കുമ്പോൾ ഉണ്ടോ വെള്ളം വീണ്. അപ്പം വെച്ച് നമുക്ക് ചിരാപ്പുഞ്ചി ഇത്താലോ. ഈ വെള്ളത്തിൽ എന്ത് ചിരാപ്പുഞ്ചിയാണ്. അപ്പം എന്തായാലും ഞങ്ങൾ നാട്ടിൽ
കട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിടാപ്പുഞ്ചി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടെ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഖത്തറിലുള്ള ആൾക്കാർ വന്ന് കാണുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.